2026 ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇത് നക്ഷത്രം വെച്ചാണ് പറയുന്നതെങ്കിലും നക്ഷത്രം മാത്രമല്ല എടുക്കുന്നത്, ജനിച്ച മലയാള മാസവും കൂടി എടുക്കുന്നുണ്ട്. നക്ഷത്രം എന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ്, ജനിച്ച മലയാള മാസം എന്ന് പറയുമ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ്. രണ്ടിനെയും ചേർത്ത് വെച്ചാണ് നോക്കുന്നത്. അതുകൊണ്ട് ഫലം കുറച്ച് സൂക്ഷ്മമായിരിക്കും. പക്ഷേ മലയാള മാസം അറിയണം. ഇപ്പം ജാനുവരി 10 മലയാള മാസം അറിയാത്തവർക്കാണെങ്കിൽ ഇപ്പം ജാനുവരി 10 ജനിച്ചു എന്ന് വെച്ചോളൂ. ജാനുവരി 10 കറസ്പോണ്ടിങ് മാസം കാലണ്ടറിൽ നോക്കിയാണ്. പക്ഷേ മാസത്തിൻ്റെ നടുവിലാണ് 14-15 ദിവസങ്ങളിലാണ് ജനിക്കുന്നതെങ്കിൽ, അതിൻ്റെ അടുപ്പിച്ചാണ് ജനിക്കുന്നതെങ്കിൽ മാറ്റം വരാം. അങ്ങനെയുള്ളവർ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മലയാള മാസം കിട്ടും. അപ്പം നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഓരോ മാസത്തിലുള്ള ഫലം നോക്കാം. ജാനുവരി മാസം ഇടവം, കന്നി, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് വളരെ നല്ല മാസമാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല മനസ്സമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അത്തരം വിഷയങ്ങൾ പഠിക്കാൻ പറ്റിയതാണ്. ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. അതേസമയം കർക്കിടക മകരമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നിൽക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ഗുണമൊന്നും ജാനുവരി മാസം കിട്ടാൻ സാധ്യതയില്ല. ഇനി ഫെബ്രുവരി മാസം ഇടവം, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. അതേപോലെ തന്നെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അത്തരം വിഷയങ്ങളെല്ലാം പഠിക്കാനും പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. മാർച്ച് മാസം ഇടവം, ചിങ്ങം മാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അത്തരം വിഷയങ്ങൾ പഠിക്കാൻ പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമ്പോൾ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ഇതിലെല്ലാം സാധ്യതയുണ്ട്. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമല്ല. ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അത്ര നല്ല മാസമൊന്നുമല്ല. ഇനി ഏപ്രിൽ മാസം ഇടവം, ചിങ്ങം, കന്നി, ധനു, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ല മാസമല്ല. അതേസമയം മകരമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ഇരിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ മോശമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസം അത്ര നല്ലതല്ല. ഇനി മെയ്, ചിങ്ങം, കന്നി, മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ള ഒരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അത്തരം വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസമല്ല. ജൂൺ മാസം ഇടവം, കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക്
മക്കളും സഹോദരങ്ങളും എല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ള ഒരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അത്തരം വിഷയങ്ങൾ പഠിക്കാൻ പറ്റിയ മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ എല്ലാം കാണും. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ജൂലൈ മാസം ഇടവം, കന്നി, ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നല്ല മനസമാധാനമുള്ള ഒരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അത്തരം വിഷയങ്ങളെല്ലാം പഠിക്കാൻ പറ്റിയ മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. അതുകൊണ്ട് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ, മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ഓഗസ്റ്റ് മാസം പൊതുവെ മോശമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമായിട്ടാണ് കാണുന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് മോശമായിട്ട് കാണുന്നത്. എന്നാൽ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. അതേസമയം അവർ ഉദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം. ഇനി സെപ്റ്റംബർ മാസം ഇടവം, ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസമാധാനമുള്ള ഒരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ പറ്റിയ മാസമാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. എല്ലാ കാര്യത്തിലും വിജയം നേടുന്നൊരു മാസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ വ്യക്തിപരമായി അത്ര നല്ലതായിട്ട്, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ഒക്ടോബർ മാസം പൊതുവെ മോശമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം. ശത്രുക്കളെല്ലാം ഇങ്ങോട്ട് കയറി വരുന്ന ഉപദ്രവിക്കുന്ന ഒരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശമായിട്ടാണ് കാണുന്നത്. എന്നാൽ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. ഇനി നവംബർ മാസവും പൊതുവെ മോശമാണ്. വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ആരോഗ്യപരമായിട്ട് നല്ലതല്ല. ശത്രുക്കളിൽ ഇങ്ങോട്ട് കയറി വരുന്നൊരു മാസമാണ്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം. അതുപോലെ തന്നെ ഓപ്പറേഷനൊന്നും പറ്റിയ മാസം അല്ല. എന്നാൽ ധനുവിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. ഡിസംബർ മാസവും പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്. വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ശത്രുക്കളിൽ ഇങ്ങോട്ട് കയറി വരുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം കഴിയുന്നത് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല. എന്നാൽ ഇടവത്തിലോ ചിങ്ങത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം
ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. ഇതാണ് 2026 ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുള്ള ഫലം.